യെസ്, ഇപ്പോൾ ശ്രീ ഷിബു ബേബി ജോൺ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഷിബു ബേബി ജോൺ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തെ പറയേണ്ടതെന്നറിയില്ല. കാരണം ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കുടുംബാംഗം നമ്മളായി കണ്ട ഒരാൾ പോകുമ്പോൾ അതൊരു വലിയ വേദനയാണ്. ആ വേദനയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഒരു അനിതര സാധാരണമായ പ്രതിഭ തന്നെയായിരുന്നു ശ്രീനി. എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും അന്നു മുതൽ ഇത്രയും അഗാധമായ ജ്ഞാനവും എന്നാൽ അതെല്ലാം നർമ്മബോധത്തിൽ അവതരിപ്പിക്കുകയും കൊള്ളേണ്ടടുത്ത് കൊള്ളിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ മലയാളിയുടെ ഈ സിനിമാ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സൗന്ദര്യബോധം മലയാളി പ്രേക്ഷകരുടെ മാറ്റിയെടുത്ത വ്യക്തി തന്നെയായിരുന്നു. ഹലോ, പറഞ്ഞോളൂ സർ, കേൾക്കാം. അല്ല, അത് ഞാൻ ആ കാലയളവിൽ നിരന്തരമായി ഈ മോഹൻലാലിന്റെ ലൊക്കേഷനുകളിൽ പോവുകയും അവിടെയൊക്കെ സ്ഥിരം ഒരു സാന്നിധ്യമായി അദ്ദേഹം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് താങ്കളുടെ ഒരു വളരെ വ്യക്തിപരമായി അദ്ദേഹത്തോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു അദ്ദേഹവുമായി ഇരിക്കുന്ന സമയം ചെലവിടുന്നത് കേവലം വെറും ഒരു തമാശ പറച്ചില് ഒതുങ്ങുന്നതല്ല. അദ്ദേഹത്തിന് ഓരോ വിഷയത്തെ കുറിച്ചുള്ള ജ്ഞാനവും അതിന്മേൽ ഉള്ള ചർച്ചകളും അത് നർമ്മബോധത്തോടുകൂടി അവതരിപ്പിക്കുന്നതും അത്തരം വ്യക്തിത്വങ്ങളെ നമുക്ക് അപൂർവമായി കാണാൻ സാധിക്കുന്ന നല്ല നർമ്മബോധമുള്ളവരുണ്ടാകും. പക്ഷെ അതിനോടൊപ്പം പാണ്ഡിത്യവും അറിവും വെച്ചുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കുന്നത് മാത്രമല്ല, സാമൂഹിക വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ടായിരുന്നു. പലപ്പോഴും കലാകാരന്മാർ, സിനിമാ താരങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഓരോ കാര്യത്തെക്കുറിച്ചും.